അങ്ങനെ നമ്മുടെ വൈജ മനുവിനോട് പറയണ്ടേ, എവിടെ കമലെടുത്തി, എന്താ അമ്മയ്ക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്ത, എനിക്ക് വിശന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമലെടുത്തി അന്വേഷിച്ചിട്ട് നമ്മുടെ വൈജ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ഉപവാസ, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കണമെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടില്ലേ, നീയും എൻ്റെ കൂടെ ചേർന്ന് ഉപവസിക്കുക എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, കമലെടുത്തി എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ കാര്യം എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ കമലെടുത്തി മനസ്സിൽ വിചാരിക്കേണ്ട, അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ അവൾ സൂഹിക്കേണ്ട, അവൾ കുറേ ദിവസമായി ഇപ്പോൾ എന്നെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോട്ടെ എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ ഒരു യാത്ര പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ഓടിപ്പോയി ചോദിക്കേണ്ട, അച്ഛൻ എനിക്കൊരു സ്ഥലം വരെ പോകണം, ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോട്ടെ, അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇതാവുള്ളൂ, സമയം പോലെ ഞങ്ങളെല്ലാവരും കൂടി പോട്ടെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയേണ്ടത്, നോക്ക് ഇവർ പോകുന്ന സ്ഥലം ഇവർ ആദ്യമായിട്ടാണ് പോകുന്നത്, ഞാനും വൈജി ഇല്ലാതെ ഞാൻ ഇവരെ എങ്ങോട്ടും പറഞ്ഞയക്കാറില്ല, അതുകൊണ്ട് നല്ലപോലെ നോക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം നീ നോക്കും, പക്ഷെ നോക്കണം എന്നല്ല പറയണത്, സൂക്ഷിക്കണം എന്നാണെന്ന് പറയാം. ആ സമയത്ത് ബാലചന്ദ്രനടുത്തേക്ക് ഓടി വന്ന് അലീന പറയുന്നുണ്ട്, അച്ഛൻ പോയിട്ട് അച്ഛൻ്റെ കാര്യം എന്താ അച്ഛൻ ചെയ്തിട്ട് വരും, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇവർക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബാലചന്ദ്രൻ പോകുമ്പോൾ എല്ലാവരും വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.